ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നിക്സീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു സവാള ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ ക്യാരറ്റ് 2 ക്യാരറ്റാണ്, ഒരു 8-10 ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കം ഏത് കളറായാലും കുഴപ്പമില്ല, കുറച്ച് വെളുത്തുള്ളി, പിന്നെ വേണ്ടത് കുറച്ച് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, വേവിച്ച് ഉടച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി പാത്രം ചൂടായി കഴിയുമ്പോൾ ഒരല്പം ഓയിൽ ഒഴിക്കുന്നുണ്ട്. വളരെ കുറവ് ഓയിലേ വേണ്ടൂ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1-2 ടീസ്പൂൺ ഓയിലേ വേണ്ടൂ. ഇനി ഇതിലേക്ക് സവാളയും വെളുത്തുള്ളിയും ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. അത് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനായാലും 4 മണിക്ക് ചായക്കായാലും അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, അല്ലാത്തവരും പരീക്ഷിച്ച് നോക്കിയോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സവാളയൊക്കെ അത്യാവശ്യം വഴന്നു വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ചേരുവകൾ, ഇതിലേക്ക് അധികം പൊടികളോ മസാലകളോ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വളരെ കുറവ് എരിവേ വേണ്ടൂ. അതുകൊണ്ട് ഒരു ചെറിയ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഇടുന്നത്. കുരുമുളക് പൊടി വേണ്ടവർക്ക് അങ്ങനെ ഇടാം. മുളക് നന്നായി മൂത്തതിന് ശേഷം നമുക്ക് പൊട്ടറ്റോ ഇടാം. പൊട്ടറ്റോ ഇത് പച്ചയ്ക്ക് അരിഞ്ഞു വെച്ചതുകൊണ്ടാണ് ഈ സമയത്ത് ഇടുന്നത്. അല്ല വേവിച്ചുടച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത് എങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്തതിന് ശേഷം ചേർത്താൽ മതി. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ പൊട്ടറ്റോ ഇട്ടതിന് ശേഷം. അതിനുശേഷം നമുക്ക് നമ്മുടെ വെജിറ്റബിൾസും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം. അത് എല്ലാം കൂടി ഒന്നിച്ചാണ് ഞാൻ ഇടുന്നത്. ഒന്നും സെപ്പറേറ്റ് ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ ഒരു കൂട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. തീ കൂട്ടി വയ്ക്കരുത്, കരിഞ്ഞു പോവും. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കണം, കാരണം തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മൾ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, കുറച്ച് തക്കാളി വേണം. ഞാൻ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അത് നേരത്തെ പറയാനായിട്ട് വിട്ടുപോയതാണ്. ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്ക് അതിലേക്ക് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാനൊരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. 2 നുള്ളു ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു കൂട്ട് തീരെ വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. അത് അടച്ചു വെച്ച് സിമ്മിലിട്ട് വേവിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നു എന്നുണ്ടെങ്കിലും ഇടയ്ക്ക് തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അടി പിടിക്കും, തീരെ വെള്ളമില്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ നമുക്കിത് ഇനി അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാനാണ് നമുക്ക് കുറച്ച് സമയം ആവശ്യം വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി ചെയ്തെടുക്കാം. ഞാനിത് ഈ കൂട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ ബണ്ണിൻ്റെ ഉള്ളിൽ നിറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ബർഗറിൻ്റെ ബണ്ണാണ്. അല്ലാതെ നമുക്ക് നല്ല സ്വീറ്റായിട്ടുള്ള ബണ്ണ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഉപ്പ് നമ്മൾ കുറച്ചും കൂടിയും കൂടുതലിടണം. ഈ ബർഗറിൻ്റെ ബണ്ണാവുമ്പോൾ അതിൽ ഉപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കൂട്ടിൽ, നമ്മുടെ വെജിറ്റബിളിൻ്റെ കൂട്ടിൽ വളരെ കുറവ് ഉപ്പിടുന്നത്. ഇപ്പോൾ ഈ ബണ്ണ് ഞാൻ മുറിച്ചത് കണ്ടോ, 3 സൈഡാണ് ഞാൻ മുറിച്ചെടുത്തത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ബണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇത് ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇത് പൊടിച്ചിട്ട് നമ്മുടെ ഫില്ലിങ്ങിൽ ചേർക്കാം, ആ വെജിറ്റബിളിൻ്റെ ഫില്ലിങ്ങിലേക്ക് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമ്മൾ ബാക്കി എല്ലാ ബണ്ണും ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 4 ബണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കൂട്ട് എന്തായെന്ന് നോക്കട്ടെ. ഇതിലേക്ക് ഗരം മസാലയോ മല്ലിയിലയോ ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിതിൽ ഒന്നും വേറെ ചേർക്കുന്നില്ല, ആ ചില്ലി ഫ്ലേക്സ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഈ ഒരു കൂട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിലെ പൊട്ടറ്റോ വെന്ത് കഴിഞ്ഞാൽ എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കിത് തീ ഓഫ് ചെയ്യാം. പിന്നെ ഈ വെജിറ്റബിൾസ് തന്നെ നമുക്ക് ഇതിലേക്ക് എടുക്കണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും നമുക്ക് എടുക്കാം. ഇനി ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഏതെങ്കിലും ഒരു ഉപ്പേരി കൂട്ടാൻ, അതായത് തോരനോ മെഴുക്കുവരട്ടിയോ എന്തുണ്ടെങ്കിലും ഇതുപോലെ ചെയ്യാട്ടോ. അത് ഉപയോഗിച്ചിട്ട് കുട്ടികൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പണിയൊപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബണ്ണ്
ബാക്കിയുള്ളതും കൂടി അതുപോലെ മുറിച്ച് ചെയ്യട്ടെ. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യാം. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ മുകളിലത്തെ ഭാഗം വിട്ടു പോന്നാലും പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ ഫില്ലിങ് വെച്ചതിന് ശേഷം മുട്ടയിൽ മുക്കിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പ്രസ്സായിട്ട് ഇരുന്നോളും, അത് നന്നായിട്ട് ക്ലോസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ബണ്ണ് മൊത്തമായിട്ട് എടുത്ത് മാറ്റണ്ട കേട്ടോ, ചെറുതായിട്ട് അതിൽ ഉണ്ടാവണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരുവിധം അതിൻ്റെ ഔട്ടർ പോർഷനിലുള്ളതൊക്കെ അതിൽ തന്നെ ഇരുന്നോട്ടെ, അങ്ങനെയാണ് ചെയ്യാം. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ഒന്നെങ്കിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റഫിങ്ങിൽ തന്നെ ചെയ്യാം. ഞാൻ സ്റ്റഫിങ്ങിൽ ഇടുന്നില്ല, ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഞാനിതിലേക്ക് ഇനി ഒരു മുട്ട എടുക്കുന്നുണ്ട്. ആ മുട്ടയിലേക്ക് ഒരു നുള്ളു ഉപ്പ്, അതോടൊപ്പം തന്നെ ഒരു 1.5 ചെറിയ ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കാരണം നമ്മുടെ ബണ്ണ് ബർഗറിൻ്റെ ബണ്ണാണ്, അത് നല്ല ഉപ്പാണ്, അതിൽ ഒട്ടും മധുരമില്ല. അതുകൊണ്ട് തന്നെ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുട്ടയിൽ ഞാൻ 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബണ്ണ് എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഒരല്പം കെച്ചപ്പ് ഒഴിച്ചിട്ട് അതിന് ശേഷം നമ്മൾ ആ ഫില്ലിങ് സ്റ്റഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫില്ലിങ് ഉണ്ടാക്കുന്നതിൽ ഇപ്പോൾ വെജിറ്റബിൾസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് ചിക്കനോ അല്ലാന്നുണ്ടെങ്കിൽ പനീറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം അതിൻ്റെ കൂടെ. അങ്ങനെ ആകുമ്പോൾ ഒരു കംപ്ലീറ്റ് മീലായിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ചീസ് ഞാൻ ഇടുന്നുണ്ട്. അത് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇതിപ്പോൾ നമ്മൾ സ്ലൈസിൻ്റെ ചീസാണ്, സ്ലൈസ് ചീസാണ് ഇടുന്നത്. എൻ്റെ മക്കൾ കാരണം കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. കാരണം അവർ ടൂറൊക്കെ പോകുമ്പോൾ അവർ പറയേ കയ്യിൽ പറ്റി പിടിക്കാത്ത വിധത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കി തന്നു വിട്ടാൽ മതി, ചപ്പാത്തി വേണ്ട, ചപ്പാത്തി എപ്പോഴും അമ്മ ഇങ്ങനെ റോൾ ചെയ്ത് തന്നു വിടുന്നതാണ്, അപ്പോൾ ചപ്പാത്തിയുടെ ഉള്ളിൽ ഫില്ല് ചെയ്ത് റോൾ ചെയ്ത് തരണ്ട, വേറെ എന്തെങ്കിലും പുതിയത് എന്തെങ്കിലും ഉണ്ടാക്കി തായോ എന്ന് പറയും. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കൊടുത്തത്. നമ്മൾ ബർഗർ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ബർഗറിൻ്റെ സൈഡിൽ നിന്ന് ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഇവർ കടിക്കുമ്പോൾ അത് പുറത്തേക്ക് പോകും. അപ്പോൾ അതില്ലാതെ അതെല്ലാം ഫില്ലായിട്ട് മൊത്തമായിട്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കാനുള്ള എന്തെങ്കിലും ആലോചിച്ചപ്പോൾ കിട്ടിയ പരിപാടിയാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ബണ്ണ് മൊത്തമായിട്ട് സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാത്തിൻ്റെ ഉള്ളിലും ഫുള്ളായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത ഫില്ലിങ് ഇത്രയും ബാക്കിയുണ്ട്. ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2-3 ടീസ്പൂൺ ഓയിൽ മാത്രമേ വേണ്ടൂ. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ബണ്ണ് മുട്ടയിൽ മുക്കിയിട്ട് വെക്കുകയാണ്. ആദ്യം സൈഡ് ഭാഗം മുക്കിയതിന് ശേഷം മോൾ ഭാഗവും അടിഭാഗവും മുക്കുക. എന്നിട്ട് കമഴ്ത്തി വെക്കണം, എന്നാലാണ് അത് പ്രസ്സായിട്ട് ക്ലോസ് ആയിട്ടിരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് 2-3 വെച്ചതിന് ശേഷം എൻ്റെ പാനിൽ ഇപ്പോൾ 3 കൊള്ളുള്ളൂ. 3 വെച്ചതിന് ശേഷം അപ്പം തന്നെ മറച്ചിടണം. കാരണം പെട്ടെന്ന് ആവും. ആ എഗ്ഗ് ഒന്ന് കുക്കായിട്ട് വരാനുള്ള ഒരു ടൈം വേണ്ടി വരുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം കൂടി നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അതിനെ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക വേണ്ടത്. ഓരോ ഭാഗവും ചെരിച്ച് പിടിച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്ത് എല്ലാ സൈഡും നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓരോ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുത്ത് മാറ്റുകയാണ്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും നമ്മുടെ സ്റ്റഫ്ഡ് ബണ്ണ്. ഞാൻ ഒരെണ്ണം മുറിച്ച് കാണിച്ചു തരാം എങ്ങനെയുണ്ട് അതിൻ്റെ ഉൾഭാഗം എന്ന്. നമ്മൾ മൊസറല്ല ചീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിങ്ങനെ വലിഞ്ഞു വരും. കണ്ടോ ഇപ്പോൾ അതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഇരിക്കുന്നതെന്ന്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ബണ്ണ് മേടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ.